ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പ്ലാസ്റ്റിക് കവറാണ് എടുത്തിട്ടുള്ളത്. ഇത് വലിയൊരു പ്ലാസ്റ്റിക് കവറാണ്. നമുക്ക് ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ താഴെയുള്ള ഈ ഒരു ഭാഗവും മുകൾ ഭാഗവും കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളത് രണ്ടും കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നിവർത്തി വെക്കുകയാണ്. അതിനുശേഷം നമ്മളത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിൽ ഈ ഒരു അടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. നമ്മൾ വരച്ചെടുത്തത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ ഓരോ ലെയറുകളും മാറ്റി വെക്കാം. പ്ലാസ്റ്റിക് കവർ വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവറാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിൽ ഒരു പീസ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഈർക്കിളിയാണ് വേണ്ടത്. പിന്നെ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നൂലും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു റൗണ്ട് പീസ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. നമുക്കതിൻ്റെ നടുക്കായിട്ടൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ നടുക്കായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഹോളിലൂടെ നമുക്ക് ഈർക്കിളി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. ഇവിടെ ആയിട്ട് നമുക്ക് നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കവിടെ നല്ലതുപോലെ ടൈറ്റാക്കി ഒന്ന് കെട്ടിക്കൊടുക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവറാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വീണ്ടും നമുക്ക് ഈ ഒരു ഭാഗം താഴേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം. നമ്മളത് ഇതുപോലെ ചെയ്തു കൊടുത്തതിന് ശേഷം അതൊന്ന് മുകളിലേക്ക് കുറച്ച് പൊക്കി കൊടുക്കണം. ഈ ഒരു ഭാഗം നമ്മൾ കുറച്ചൊന്ന് വിടർത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഫ്ലവർ ശരിയാക്കി എടുക്കണം. അപ്പോൾ നമുക്കത് നല്ലതുപോലെ ടൈറ്റാക്കി ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മളത് ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്ലവർ ഒന്ന് ശരിയാക്കി എടുക്കണം. ഇതുപോലെ നമ്മുടെ ഫ്ലവറിൻ്റെ ഇതുള്ള നമുക്ക് ശരിയാക്കി എടുക്കണം. വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവറാണ്. പ്ലാസ്റ്റിക് കവർ കിട്ടുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു ഫ്ലവറും കൂടെ എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ആ റൗണ്ട് പീസിൻ്റെ നടുക്കായിട്ടൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈർക്കിളിയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ ആയിട്ട് നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഈ ഒരു ഭാഗം വീണ്ടും താഴേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒന്ന് മുകളിലേക്ക് പൊക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അവിടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലവർ നമുക്ക് റെഡിയാക്കി എടുക്കണം. ഇപ്പം നമ്മൾ വളരെ സിമ്പിളായി പ്ലാസ്റ്റിക് കവറിൽ നിന്നും 2 ഫ്ലവറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എളുപ്പമല്ലേ നമ്മുടെ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട്. നമ്മളിതിൽ വെച്ച് കൊടുത്തിട്ടുള്ള ഈർക്കിളി കുറച്ചൊന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള റൗണ്ട് പീസുകൾ കൊണ്ടൊക്കെ നമ്മൾ ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ തണ്ടിലെല്ലാം ഗ്രീൻ ടാപ്പും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കണം. ഇവിടെ ആയിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഗ്രീൻ ടാപ്പ് അതിലേക്ക് ചുറ്റി കൊടുക്കുന്നത്. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പൂക്കളുടെ തണ്ടിലും നമുക്ക് ഇതുപോലെ ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഫ്ലവർ മേക്കിംഗ് ഐഡിയ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിൽ മുൻപ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളുടെ തണ്ടിലും നമ്മൾ ഗ്രീൻ ടാപ്പൊക്കെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലവർ മേക്കിംഗ് ഐഡിയ മനസ്സിൽ തോന്നിയപ്പോൾ ആദ്യം ചെയ്ത് നോക്കിയത് ഈ 2 പൂക്കളാണ്. അപ്പം നമുക്ക് പല കളർ പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് ഇതുപോലെ ചെയ്തെടുത്താൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് ഓരോ ഫ്ലവറിൻ്റെയും നടുക്കായിട്ട് വുളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. ഓരോ ഫ്ലവറിൻ്റെയും നടുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ എല്ലാ പൂക്കളുടെ നടുക്കും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കളെല്ലാം നമ്മൾ ഇതുപോലെ ഒരു കപ്പിലേക്കൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇന്ന് പ്ലാസ്റ്റിക് കവർ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഫ്ലവർ മേക്കിംഗ് ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.
ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.